വെൽക്കം ബാക്ക് ടു അവർ മാത്സ് ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്, അതായത് രണ്ടാംകൃതി സമവാക്യങ്ങളിലെ പ്രോബ്ലംസ് നമ്മൾ സ്ക്വയർ കംപ്ലീഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്തതാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഫോർമുല യൂസ് ചെയ്തിട്ട്, അതായത് ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് എക്സിൻ്റെ വാല്യൂസ് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ ശ്രദ്ധിക്കുക. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് ax² + bx + c = 0 ആണ്. ഇതിൽ എയുടെ വാല്യൂ എന്താവാൻ പാടില്ല, 0 ആവാൻ പാടില്ല. ഇനി ഫോർമുലയിലേക്ക് കിടക്കാം. എക്സിൻ്റെ വാല്യൂ കാണാനുള്ള ഫോർമുലയാണ്. ഈ ഫോർമുല ആയിരിക്കും നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് എക്സിൻ്റെ വാല്യൂ കാണുക എന്നുള്ളതാണ് പറയണത്. x = -b ± √b² - 4ac / 2a. ഇതിൽ a b c എന്ന് പറയുന്നത് ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെ നമുക്ക് കാണാം. അതായത് a എന്ന് പറയുന്നത് x² കോയിഫിഷ്യൻ്റ് ആയിരിക്കും, b എന്ന് പറയുന്നത് എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആയിരിക്കും, c അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട്, അതൊരു നമ്പർ മാത്രമായിട്ട് വരുന്ന ഒരു ടേം ആയിരിക്കും. അപ്പോൾ ആ വാല്യൂസ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടെത്താൻ സാധിക്കും. ഇതിൽ b² - 4ac എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് ഈ റൂട്ടിൻ്റെ ഉള്ളിൽ. ഇതിന് പറയുന്ന ഒരു നെയിമുണ്ട്, ഡിസ്ക്രിമിനൻ്റ് എന്നാണ് പറയുക. ഡിസ്ക്രിമിനൻ്റ് അതിനെ മലയാളത്തിൽ വിവേചകം എന്നാണ് പറയുക. എന്താണ് വിവേചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ സ്വഭാവം നമുക്ക് ഇതിൻ്റെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ആ വാല്യൂ വരുന്നത് എന്ന് നോക്കാം. വാല്യൂ 3 ടൈപ്സിൽ വരുന്നുണ്ട്. ഫസ്റ്റ്, ഇഫ് b² - 4ac > 0 മീൻസ് പോസിറ്റീവ് ആയിരിക്കുക. നമുക്ക് കിട്ടുന്ന വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് 2 സൊല്യൂഷൻസ് കിട്ടും. അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പോസിറ്റീവോ നെഗറ്റീവോ ഫ്രാക്ഷനോ എന്തോ ആവട്ടെ, നമുക്ക് 2 സൊല്യൂഷൻസ് കിട്ടും. ഇനി b² - 4ac <0 എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അത് നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വാല്യൂ വന്നാൽ നമുക്കതിൻ്റെ സ്ക്വയർ റൂട്ട് കാണാൻ സാധിക്കില്ല. അപ്പോൾ അവിടെ എന്താണ്, നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കില്ല. അപ്പോൾ നോ സൊല്യൂഷൻ ആയിരിക്കും വരിക. ഇനി b² - 4ac = 0 വന്നു കഴിഞ്ഞാൽ നമുക്ക് സിംഗിൾ സൊല്യൂഷനാണ് കിട്ടുക. സിംഗിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൊല്യൂഷൻ എന്നല്ല അർത്ഥം, ഒരേപോലത്തെ 2 സൊല്യൂഷനാണ്. അല്ലെങ്കിൽ യൂണിക് സൊല്യൂഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ഐഡൻറ്റിക്കൽ സൊല്യൂഷൻ എന്ന് പറയും. ഒരേപോലത്തെ 2 സൊല്യൂഷൻസാണ് കിട്ടുക. അപ്പോൾ ഇത്രയാണ് ജനറലായിട്ട് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളത് നോക്കാം. നമ്മൾ ചെയ്യാൻ പോകുന്ന ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 91 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ പ്രൊഡക്റ്റ് ഓഫ് എ നമ്പർ ആൻഡ് 2 മോർ ദാൻ ദാറ്റ് ഈസ് 168. വാട്ട് ആർ നമ്പേഴ്സ്? ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് ഒരു നമ്പറും ആ നമ്പറിനേക്കാൾ 2 മോർ ആയിട്ടുള്ള 2 നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് 168 ആണ് എങ്കിൽ വാട്ട് ആർ ദ നമ്പേഴ്സ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാനിവിടെ ഫോർമുല ആദ്യം ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. x = -b ± √b² - 4ac / 2a. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ 2 നമ്പേഴ്സിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഫസ്റ്റ് നമ്പർ നമ്മൾ എടുക്കുന്നത് എക്സും, സെക്കൻഡ് നമ്പർ 2 മോർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 2 കൂടുതലാണ് ഫസ്റ്റ് നമ്പറിനെക്കാട്ടിലും. അപ്പോൾ സെക്കൻഡ് നമ്പർ നമ്മൾ x + 2 ആയിട്ട് എടുത്തു. ദെൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നമ്പേഴ്സ് എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ x × x + 2 = ചെയ്താൽ കിട്ടുന്ന ആൻസർ നമുക്കറിയാം 168 ആണ്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, ബ്രാക്കറ്റ് റിമൂവ് ചെയ്യാം. അപ്പോൾ x × x x² പ്ലസ് x × 2 2x = 168. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതുപോലെ സ്ക്വയർ കംപ്ലീഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അല്ലേ? കാരണം നിങ്ങൾക്കറിയാം ഇവിടെ ഒരു ടേം മിസ്സിംഗ് ഉണ്ട്. അപ്പോൾ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ആഡ് ചെയ്താൽ നമുക്കത് സ്ക്വയർ കംപ്ലീഷൻ വെച്ച് ചെയ്യാം.
പക്ഷേ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് സ്ക്വയർ കംപ്ലീഷൻ വെച്ചിട്ടല്ല, നമ്മുടെ ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ഫോമിലേക്ക് നമുക്ക് ഇതിനെ മാറ്റണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ 168നെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 168 ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. അപ്പോൾ ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 എന്നുള്ള ഫോമിലായിട്ട് മാറിയിട്ടുണ്ട് ഈ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് a, b, c എന്നിവയുടെ വാല്യൂസ് എടുത്തെഴുതാൻ സാധിക്കും. അപ്പോൾ a ഈക്വൽ ടു ഇവിടെ ഉള്ളത് ax² എന്ന് പറയുമ്പോൾ x²ൻ്റെ കൂടെയുള്ള നമ്പർ 1 ആയിരിക്കും. അപ്പോൾ എയുടെ വാല്യൂ 1 ആണ്. ഇനി b എന്ന് പറയുന്നത് എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ്, അതിവിടെ 2 ആണുള്ളത്. c എന്ന് പറയുന്നത് മൈനസ് 168 ആണ്. എപ്പോഴും നമ്മളൊരു നമ്പർ എടുക്കുമ്പോൾ ആ നമ്പറിൻ്റെ തൊട്ട് ബാക്കിലുള്ള സൈൻ ആയിരിക്കും ആ നമ്പറിൻ്റെ സൈൻ. അപ്പോൾ വെറുതെ 168 എടുത്താൽ പോരാ, മൈനസ് 168 ആണ് c എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ഫോർമുലയിലേക്ക് ആവശ്യമുള്ളത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഫോർമുലയിൽ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എക്സ് ഈക്വൽ ടു മൈനസ് ബി. അപ്പം മൈനസ് നമുക്ക് ഓൾറെഡി ഈ ഫോർമുലയിൽ ഉള്ളതാണ്, അതവിടെ ഇടുക. മൈനസ് ബിയുടെ സ്ഥാനത്ത് 2 ആണ്. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ 2 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു a1 ഇൻറ്റു c ഈസ് മൈനസ് 168 divided by 2 into a is 1 equal to minus 2 plus or minus root of 2 square is 4. ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്, ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്, രണ്ടും കൂടി പ്ലസ് ആവും. 4 ഇൻറ്റു 168 ചെയ്യുക. $672 വരും. ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഇനി നമുക്കിതിനെ റൂട്ടിൻ്റെ ഉള്ളിലുള്ള നമ്പർ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുക എക്സ് ഈക്വൽ ടു മൈനസ് 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് 676 ഡിവൈഡഡ് ബൈ 2. എക്സ് ഈക്വൽ ടു മൈനസ് 2 പ്ലസ് ഓർ മൈനസ് 676ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 26 ആണ്. 625ൻ്റെ 25 ആണ്. അപ്പോൾ 676ൻ്റെ 26 ആയിരിക്കും. ഡിവൈഡഡ് ബൈ 2. ഇനി നമുക്ക് ഇവിടെ ഒരു പ്ലസ് ഓർ മൈനസ് കിടക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് അതിനെ 2 ആക്കിയിട്ട് എഴുതണം. അപ്പോൾ എക്സ് ഈക്വൽ ടു മൈനസ് 2 പ്ലസ് 26/2 എഴുതണം. ഓർ എക്സ് ഈക്വൽ ടു മൈനസ് 2 മൈനസ് 26/2. ആഡ് ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 24 ആണ്. 24/2 ഈക്വൽ ടു 12. ഇവിടെ നമുക്ക് കിട്ടുന്നത് മൈനസ് 28/2 ഈക്വൽ ടു മൈനസ് 14 വരും. അപ്പോൾ നമുക്ക് 2 സൊല്യൂഷൻസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒരെണ്ണം എടുത്താൽ മതി, പോസിറ്റീവ് എടുത്താൽ മതി. പോസിറ്റീവ് എടുക്കുമ്പോൾ പോസിറ്റീവ് തന്നെ എടുക്കണമെന്നൊന്നുമില്ല, നെഗറ്റീവ് എടുത്താലും നമുക്ക് കിട്ടും. കാരണം നമുക്ക് ആ വാല്യൂസ് അവിടെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 കൊടുത്താലും നമുക്ക് കിട്ടും ആൻസർ. നമുക്ക് പ്രൊഡക്റ്റ് എന്താ വരിക? 168 കിട്ടുക. അപ്പോൾ ഇവിടെ നമ്പേഴ്സ് നമുക്ക് വരുന്നത് ഇതിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പോസിറ്റീവാണ് എടുക്കുന്നതെങ്കിൽ ഫസ്റ്റ് എക്സിൻ്റെ വാല്യൂ നമുക്ക് 12 കിട്ടും, സെക്കൻഡ് 1 14 കിട്ടും. അപ്പോൾ ഫസ്റ്റ് നമ്പർ നമുക്ക് കിട്ടുന്നത് 12 ആണ്. സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് x+2 ആണ്. അത് നമുക്ക് കിട്ടുക 12 + 2 = 14 ആണ്. അപ്പോൾ 12ഉം 14ഉമാണ് ആ നമ്പേഴ്സ്, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന 2 നമ്പേഴ്സ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് 2 നമ്പേഴ്സ് വിത്ത് സം 4 ആൻഡ് പ്രൊഡക്റ്റ് 2. സം 4ഉം പ്രൊഡക്റ്റ് 2ഉം വരുന്ന 2 നമ്പേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളിവിടെ സം 4 ആണ്, പ്രൊഡക്റ്റ് 2 ആണ്.
പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ആ രണ്ട് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ ആണ് 2 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സമ്മ് നമുക്ക് തന്നിട്ടുണ്ട് 4 ആണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്പർ എന്തായിട്ട് എടുക്കുക? എക്സ് ആയിട്ട് എടുക്കുക. അപ്പോൾ എന്തായിരിക്കും? ഇത് ഫസ്റ്റ് നമ്പറാണ്. അപ്പോൾ സെക്കൻഡ് നമ്പർ എന്തായിരിക്കും? സെക്കൻഡ് നമ്പർ ഈക്വൽ ടു രണ്ടും കൂടിയിട്ടുള്ള സമ്മ് 4 ആണ്. ഒരു നമ്പർ എക്സ് ആണെങ്കിൽ സെക്കൻഡ് നമ്പർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? 4 - എക്സ് ആയിരിക്കും. ഇനി അതിൻ്റെ പ്രൊഡക്റ്റ് 2 ആണ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് നമ്പേഴ്സും കൂടി എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എക്സ് ഇൻറ്റു 4 - എക്സ് ഈക്വൽ ടു 2. ഇനി ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. എക്സ് ഇൻറ്റു 4 4x മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 2. ഇനി നമുക്ക് 2നെ ഇപ്പോൾ തന്നെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ഫോമിലാക്കിയിട്ട് നമ്മൾ ഈ ഫോമിൽ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 4x മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 2 ഈക്വൽ ടു 0. ഇപ്പോൾ നമ്മുടെ ആ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ഒരു ഫോമിലല്ല അത് കിടക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് അതിന് ഇതിനെ ആദ്യമായിട്ട് എഴുതാം. മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 4x മൈനസ് 2 ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ ഒരു മൈനസ് സൈൻ വരുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ്, മൈനസ് ഉള്ളതിന് പ്ലസ് ആക്കി എഴുതുക, പ്ലസ് ഉള്ളത് മൈനസ് ആക്കുക. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 2 ഈക്വൽ ടു 0. ഇപ്പോൾ നമുക്ക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി എ ബി സിയുടെ വാല്യൂസ് നോക്കാം. എയുടെ വാല്യൂ ഇവിടെ നോക്കിയാൽ അറിയാം 1 ആണ്. ബി എന്ന് പറയുന്നത് ഇവിടെ -4 ആണ്. സി എന്ന് പറയുന്നത് 2 ആണ്. ഇനി നമുക്ക് ആ ഫോർമുലയിൽ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എക്സ് ഈക്വൽ ടു മൈനസ് ഓൾറെഡി അവിടെ ഉണ്ട്. ബി എന്ന് പറയുന്നത് -4 ആണ്. അപ്പോൾ -4 ഇവിടെ എഴുതി, ഇത് ബ്രാക്കറ്റിലിടുക. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ -4 സ്ക്വയർ മൈനസ് 4ac 4 ഇൻറ്റു 1 ഇൻറ്റു 2 എ സിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1 ഈക്വൽ ടു, ഇങ്ങനെ രണ്ട് മൈനസ് സൈൻ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 4 ആണ്, പോസിറ്റീവ് ആവും. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് -4ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് 16 തന്നെയാണ്. മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 8 ആ വരിക, ഡിവൈഡഡ് ബൈ 2. ഇതൊക്കെ എക്സ് ആണ്. എക്സ് ഈക്വൽ ടു 4 പ്ലസ് ഓർ മൈനസ് 16 8 സബ്ട്രാക്റ്റ് ചെയ്താൽ നമുക്ക് 8 കിട്ടും, ഡിവൈഡഡ് ബൈ 2 റൂട്ട് 8 കിട്ടും. അപ്പോൾ റൂട്ട് 8 എന്ന് പറയുന്നത് ഒരു ഇറാഷണൽ നമ്പറാണ്. അതിന് സ്ക്വയർ റൂട്ട് കാണാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് റൂട്ട് 8നെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതുക? സിംപ്ലിഫൈ ചെയ്ത് എഴുതുക എന്ന് പറഞ്ഞാൽ അതിനെ ഫാക്ടറൈസ് ചെയ്യുക. 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം, അപ്പോൾ 4 വരും. വീണ്ടും 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ 2 വരും. അപ്പോൾ നമുക്ക് 8നെ 2 ഇൻറ്റു 2 ഇൻറ്റു 2 എന്ന് എഴുതാം. ഇതിൽ പെയേഴ്സ് നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിന് പെയറുണ്ട്, അപ്പോൾ അതിൽ നിന്ന് ഒരു 2 സെലക്ട് ചെയ്തു. ഇനിയുള്ള 2ന് അവിടെ പെയറില്ലാത്തത് കൊണ്ട് അത് റൂട്ടിലിട്ടു. അപ്പോൾ റൂട്ട് 8 എന്ന് പറയണത് എന്താണ്? നമ്മൾ ഇങ്ങനെയാണ് റൂട്ട് ഇട്ടിട്ട് ചെയ്യണത്. അപ്പോൾ റൂട്ട് 8ൻ്റെ വാല്യൂ നമുക്കിപ്പോൾ കിട്ടിയത് 2 റൂട്ട് 2 ആണ്. അപ്പോൾ ഇവിടെ റൂട്ട് 8ന് പകരം നമുക്ക് എന്തെഴുതാം? 2 റൂട്ട് 2 എന്ന് എഴുതാം. അപ്പോൾ എക്സ് ഈക്വൽ ടു 4 പ്ലസ് ഓർ മൈനസ് 2 റൂട്ട് 2 ഡിവൈഡഡ് ബൈ 2. ഇനി ആരും കൊണ്ടുപോയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാൻ പോകരുത്, ഇങ്ങനെ കട്ട് ചെയ്യാൻ പാടില്ല. നമുക്ക് ഇവിടെ നിന്നൊരു കോമൺ ഫാക്ടർ ഔട്ട്സൈഡിൽ എടുത്തതിന് ശേഷം മാത്രമേ അവിടെ കട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവിടെയും 2 വരും, ഇതിലും 2 വരും. കാരണം ഇത് 2 ഇൻറ്റു 2 ചെയ്താലാണ് 4 വരിക. അപ്പോൾ നമുക്ക് 2 കോമൺ ആയിട്ട് ഔട്ട്സൈഡിലെടുത്തു.
ബാലൻസ് ഇവിടെ 2 ഉണ്ട്, പ്ലസ് ഓർ മൈനസ്. ഇവിടുത്തെ 2നെ നമ്മൾ ഔട്ട് സൈഡിൽ എടുത്തു കഴിഞ്ഞാൽ ബാലൻസ് അവിടെ വരുന്നത് √2 ആണ്, ഡിവൈഡഡ് ബൈ 2. ഇനി നമുക്ക് ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ ആക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയത് x ഈക്വൽ ടു 2 പ്ലസ് ഓർ മൈനസ് √2. അപ്പോൾ ഈ നമ്പേഴ്സ് നമുക്ക് രണ്ടാക്കി സ്പ്ലിറ്റ് ആക്കി എഴുതുമ്പോൾ x ഈക്വൽ ടു 2 പ്ലസ് √2 എന്ന് എഴുതാം. അതേപോലെ x ഈക്വൽ ടു 2 മൈനസ് √2 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള രണ്ട് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്? x ഈക്വൽ ടു 2 പ്ലസ് √2 കിട്ടിയിട്ടുണ്ട്, x ഈക്വൽ ടു 2 മൈനസ് √2 കിട്ടിയിട്ടുണ്ട്. ആ വാല്യൂസാണ് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക. സം 4ഉം കിട്ടും, പ്രൊഡക്റ്റ് 2ഉം കിട്ടും. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി ടേംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 99, 97, 95 എക്സെട്ര മസ്റ്റ് ആഡഡ് ടു ഗെറ്റ് 900? ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതും നമുക്ക് അതേപോലെ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അതല്ലാതെ ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇവിടെ അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്, സമ്മ് നമുക്കറിയാം. സമ്മ് കാണാനുള്ള ഫോർമുല നമ്മൾ ചെയ്തതാണ്. SN ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് XN ആണ്. ഇതിലേക്ക് ആവശ്യമുള്ള x1 എന്ന് പറയുന്നത് ഇവിടെ നോക്കിയാൽ അറിയാം. x1 ഈക്വൽ ടു ഫസ്റ്റ് ടേം ആണ്. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 99 ആണ്. xn എന്ന് പറയുന്നത് നമുക്ക് കണ്ടെത്തുന്നതിന് മുന്നേ നമുക്ക് കോമൺ ഡിഫറൻസ് എന്താ വരുന്നത് നോക്കാം. ഡി കാണുമ്പോൾ നമുക്കറിയാം ഇതൊരു ഡിക്രീസിങ് സീക്വൻസ് ആണ്. വാല്യൂസ് കുറഞ്ഞ് വരും, നമ്പേഴ്സ് കുറയാണ്. അങ്ങനെ വരുമ്പോൾ എപ്പോഴും അതിൻ്റെ കോമൺ ഡിഫറൻസ് വരുന്നത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ 97 മൈനസ് 99 ഈക്വൽ ടു -2 ആയിരിക്കും കോമൺ ഡിഫറൻസ്. അപ്പോൾ നമുക്ക് xn കാണാനുള്ള ഫോർമുല dn പ്ലസ് f മൈനസ് d. d എന്ന് പറയുന്നത് -2 ആണ്. -2n പ്ലസ് ഫസ്റ്റ് ടേം ഈസ് 99 മൈനസ് ഇവിടെ d ഉണ്ട്. d എന്ന് പറയുന്നത് -2 ആണ്. അപ്പോൾ ഇവിടെ 2 മൈനസ് വരും. ഈക്വൽ ടു -2n പ്ലസ് ഇത് രണ്ടും കൂടി ഇത് രണ്ട് പ്ലസ് ആവും. അപ്പോൾ 99ൻ്റെ കൂടെ 2 ആഡ് ചെയ്താൽ 101 വരും. അപ്പോൾ നമുക്കിതിനെ ഒന്നും കൂടി ഈ മൈനസ് സൈൻ അങ്ങോട്ട് ആക്കിയിട്ട് ഇതിനെ ഫസ്റ്റ് ഇങ്ങോട്ട് ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് എഴുതുമ്പോൾ 101 മൈനസ് 2n ആവും. ഇതാണ് xn എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ വാല്യൂസ് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ SN ഈക്വൽ ടു ഈ SN നമുക്ക് തന്നിട്ടുണ്ട് 900 ആണ്. അപ്പോൾ SN ഈക്വൽ ടു n/2 ഇൻറ്റു x1 ഈസ് 99 പ്ലസ് xn ഈസ് 101 മൈനസ് 2n ഈക്വൽ ടു 900. n/2 ഇൻറ്റു 99ഉം 101ഉം കൂടി ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 200 ആണ്. മൈനസ് 2n ഈക്വൽ ടു 900. n/2 ഇൻറ്റു നമുക്ക് ഇതിൽ നിന്ന് 2 കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കാൻ സാധിക്കും. അപ്പോൾ 2 ഇൻറ്റു ബ്രാക്കറ്റിൽ 100 മൈനസ് n ഈക്വൽ ടു 900. ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ ആക്കി കളയാം. ബാക്കി ഇവിടെ ഉള്ളത് n ഇൻറ്റു 100 ആണ്. n ഇൻറ്റു 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100n ആണ്. 100n മൈനസ് ഈ മൈനസ് സൈനാണ് n ഇൻറ്റു n സ്ക്വയർ ഈക്വൽ ടു 900. ഇനി ആ 900നെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ 100n മൈനസ് n സ്ക്വയർ മൈനസ് 900 ഈക്വൽ ടു 0.
ഇനി നമുക്ക് അതിനെ കറക്റ്റ് ഓർഡറിലാക്കിയിട്ടൊന്ന് എഴുതുമ്പോൾ ആദ്യം സൈൻ ചേഞ്ച് ഇല്ലാതെ വേണം എഴുതാൻ. അപ്പോൾ -n² പ്ലസ് 100n മൈനസ് 900 ഈക്വൽ ടു 0. ഇനി മൈനസ് സൈനെ മാറ്റുമ്പോൾ n² മൈനസ് 100n പ്ലസ് 900 ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഇനി ഫോർമുല യൂസ് ചെയ്തിട്ട് അത് സോൾവ് ചെയ്യാം. n² മൈനസ് 100n പ്ലസ് 900 ഈക്വൽ ടു 0 ആണ്. അതിൽ നിന്ന് നമുക്ക് എ ബി സിയുടെ വാല്യൂസ് ഒന്ന് എടുത്തെഴുതാം. എ ഈക്വൽ ടു 1, ബി ഈക്വൽ ടു -100, സി ഈക്വൽ ടു 900. ദെൻ n ഈക്വൽ ടു, എക്സിന് പകരം നമുക്ക് n എഴുതാം, കാരണം n ആണല്ലോ നമുക്ക് കാണാനുള്ളത്. അപ്പോൾ n ഈക്വൽ ടു മൈനസ് ബി മൈനസ് ഓഫ് -100 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 100² മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു c ഈസ് 900 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1 ഈക്വൽ ടു, ഇവിടെ 100 ആവും, പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 100ൻ്റെ സ്ക്വയർ 10,000 മൈനസ് ഇവിടെ നമുക്ക് കിട്ടുന്നത് 3600 ഡിവൈഡഡ് ബൈ 2. n ഈക്വൽ ടു 100 പ്ലസ് ഓർ മൈനസ് 10,000ൽ നിന്ന് 3600 സബ്ട്രാക്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 6400 ആണ്. ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 100 പ്ലസ് ഓർ മൈനസ് 64ൻ്റെ സ്ക്വയർ റൂട്ട് നിങ്ങൾക്കറിയാം 8 ആണ്. 8 2 0 വരുമ്പോൾ ഒരു 0യും വരും. അപ്പോൾ 80 ആണ് 6400ൻ്റെ സ്ക്വയർ റൂട്ട് ഡിവൈഡഡ് ബൈ 2. ഇനി നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. n ഈക്വൽ ടു 100 പ്ലസ് 80/2 വരും, ഓർ n ഈക്വൽ ടു 100 മൈനസ് 80/2 വരും. 100 പ്ലസ് 80 180 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 90 വരും. 100 മൈനസ് 80 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 20 ആണ്. 20/2 ഈക്വൽ ടു 10 വരും. അപ്പോൾ നമുക്കിവിടെ എന്നിന് 2 വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. n ഈക്വൽ ടു 10 വന്നിട്ടുണ്ട്, അതേപോലെ n ഈക്വൽ ടു 90 വന്നിട്ടുണ്ട്.